കേരളത്തിന് ഉണ്ട് ഒരു കശ്മീർ. പേര് കേൾക്കുമ്പോൾ മനോഹരമായ സ്ഥലമാണെന്ന് എല്ലാവർക്കും ഊഹിക്കാം. എന്നാൽ ആ പേരിന്റെ മനോഹാരിത പലപ്പോഴും അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ കാണാറില്ല. പലപ്പോഴും ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ ഏറ്റവും ആഘാതമുള്ളതും സങ്കടം കൂടുതലും വരുന്നതും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെയാണ് എന്ന് പറയാം. പേരിലെ ഒരു മനോഹാരിത അല്ലെങ്കിൽ അതിൻ്റെ വിസ്മയമൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ജീവിതം അത്ര യാഥാർത്ഥ്യവും അല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാടിറങ്ങി ഒരു കൂട്ടം കാട്ടാനകളുടെ നടുവിലാണ് കശ്മീരിലെ ജനജീവിതം. കാടിന് നടുവിലെ ഒറ്റത്തുരുത്താണ് കശ്മീർ പ്രദേശം. 30 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ചെറുഗ്രാമം. മേപ്പാടി ചൂരൽമല റോഡിൽ പുതുമലയിൽ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ മൺപാതയിലൂടെ ഒരുപാട് സഞ്ചരിച്ചാൽ ഈ ഗ്രാമത്തിലെത്താം. 1 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട എങ്കിലും കുറച്ച് നടന്നു നീങ്ങാവുന്ന പ്രദേശമാണിത്. കാടിറങ്ങി ഒരു കൂട്ടം കാട്ടാനകൾ കശ്മീർ നിവാസികളുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി. ഇതിലൊരു കാട്ടാനെ ഇന്നലെ പ്രദേശവാസിയായ ജെസ്സിയയുടെ ജീവനെടുത്തു. 2 മാസങ്ങൾക്ക് മുൻപ് ജെസ്സിയുടെ വീടിന് മുൻപിലെത്തിയ കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തിയ ശേഷമാണ് തിരികെ മടങ്ങിയത്. ജെസ്സിയുടെ മൃതദേഹം കണ്ട് പ്രദേശവാസികളും അടുപ്പമുള്ളവരും എല്ലാം വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. സംസ്കാരത്തിന് പുതുമല അമലോത്മ മാതാ ചാപ്പലിൽ എത്തിച്ചപ്പോൾ ഭർത്താവ് KJ ഷാജി അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചവർ തന്നെ കണ്ണീരിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിയില്ല, ആരെ കുറ്റപ്പെടുത്തണമെന്ന് അറിയില്ല. ആനയെ പറയണമോ, അധികൃതരെ പറയണമോ, അതോ തൻ്റെ ഭാര്യയെ തൻ്റെ വിധിയെയും കുറ്റപ്പെടുത്തണമോ? എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം അവിടെ വിങ്ങലടിച്ചിരിക്കുന്നത് എല്ലാവരും കണ്ണുകയുണ്ടായി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലൂടെ നീങ്ങുന്ന കാട്ടാനകളുടെ മുൻപിൽ നിന്നും പലരും തലനാഴിഴക്കി രക്ഷപ്പെട്ട കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും തലനാഴിഴക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിനങ്ങനെ സാധിച്ചില്ല. വനാതിർത്തികളിൽ ആവശ്യത്തിന് പ്രതിരോധ വിധാനങ്ങളില്ലാത്തതിനാലാണ് കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വിളിപ്പാട് അകലെയാണ് പുതുമലയിലെ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ. എന്നാൽ കാര്യമൊന്നുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എല്ലാം ശരിയാക്കാമെന്ന് ഉറപ്പു നൽകും, മടങ്ങും. നിലവിൽ ഈ മേഖലയിലുള്ള കാട്ടാനകൾ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാട്ടാനകളെ ഭയന്ന് പലരും കൃഷി ഉപേക്ഷിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഒട്ടേറെ പേരുടെ കാർഷിക വിളകളാണ് കാട്ടാനകൾ ഭക്ഷിച്ചും ചവിട്ടി മെതിച്ച് നശിപ്പിച്ചതും. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോൾ വനം വകുപ്പ് സംഘമെത്തി വനത്തിലേക്ക് തുരത്തും. എന്നാൽ അവർ പിന്നീട് വീണ്ടും വരും. ഇവർ പൊയ്ക്കഴിഞ്ഞാൽ അവർ ഓടിയെത്തും. കാട്ടാനകളെ പറയണമോ അതോ അവിടെയുള്ള ആളുകളെ പറയണമോ എന്നറിയാതെ ഇവിടെയുള്ളവർ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രശ്നം അവിടെ ജീവിക്കുന്നവർക്ക് തന്നെയാണ് എന്ന് എടുത്തു പറയാം.